ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാര്യമായ പുരോഗതിയാണ് ഉണ്ടാകുന്നത്. ബിസിനസ് ഹബ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന ചൈനയുടെ സാമ്പത്തിക തകർച്ചയും കോവിഡ് മഹാമാരിയും എല്ലാം കൂടി ചേർന്ന് ചൈനയെ ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ കൈവിട്ടിരിക്കുകയാണ്. ഈ സാഹചര്യം ഏറ്റവും ഗുണകരമായത് ഇന്ത്യക്കാണ്. പ്രതിരോധ ആയുധ വിപണി ഉൾപ്പെടെ വിദേശ രാജ്യങ്ങൾ ആശ്രയിക്കുന്നത് ഇന്ത്യയാണ്. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽപ്പെടുത്തി കഴിഞ്ഞ വർഷം മാത്രം 35,000 കോടി രൂപയുടെ ആയുധ ഇടപാടാണ് ഇന്ത്യക്ക് ലഭിച്ചത്. മാത്രമല്ല, സാമ്പത്തിക സ്ഥിതിയിൽ മുന്നിലുള്ള ജർമ്മനിയെയും കടത്തിവെട്ടി ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി കുതിച്ചുയരുകയാണ്. ഇപ്പോഴിതാ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണർവ് പ്രവചിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ ഫിനാൻഷ്യൽ സർവീസ് കമ്പനിയായ മൂഡീസ്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 6.6% വളർച്ച കൈവരിക്കുമെന്നാണ് മൂഡീസ് വ്യക്തമാക്കുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച അതിവേഗത്തിലാണെന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. 2025 മാർച്ചിലാണ് നടപ്പ് സാമ്പത്തിക വർഷം അവസാനിക്കുക. അപ്പോഴേക്കും സാമ്പത്തിക രംഗത്ത് വലിയ നേട്ടമാകും രാജ്യം കൈവരിക്കുക എന്നാണ് മൂഡീസ് വ്യക്തമാക്കുന്നത്. നോൺ ബാങ്ക് ഫിനാൻസ് കമ്പനികളാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാകുകയെന്നും മൂഡീസ് വെളിപ്പെടുത്തുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച 6.6% NCFCകൾക്ക് കൂടുതൽ ഗുണം ചെയ്തേക്കുമെന്നും മൂഡീസ് പ്രവചിക്കുന്നുണ്ട്. NCFCകളുടെ വായ്പാ വളർച്ചയ്ക്ക് ഇത് നയിക്കുകയും ചെയ്യും. ഇതിനു പുറമെ ഫണ്ടിംഗ് കോസ്റ്റ് ഉയരുന്നത് ഇല്ലാതാകുകയും ചെയ്യും. അടുത്തിടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച പ്രവചിച്ചുകൊണ്ടുള്ള RBIയുടെയും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെയും ഹിറ്റ്സ് റേറ്റിംഗിൻ്റെയും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മൂഡീസിൻ്റെ പ്രവചനം. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച 7% ആയിരിക്കുമെന്നാണ് 3 റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്.